മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 313 വീരപ്പുലികളുടെ രോമാഞ്ചജനകമായ ചരിത്രമാണ് ബദറെങ്കില്. ഓ ബദരീങ്ങളാണ് മജ്ലിസുന്നൂറിൽ, അവരെയാണ് നമ്മൾ തവസ്സുൽ ചെയ്യുന്നത്. അല്ലാഹു കൈവടിയാത്ത ആളുകളാണ് ബദരീങ്ങൾ. പ്രിയപ്പെട്ടവരെ, കൂട്ടയുദ്ധം നടക്കുമ്പോ, ആ കൂട്ടപ്പൊരിച്ചൽ നടക്കുമ്പോ അത് ഇബ്ലീസ് വന്ന് പറഞ്ഞില്ലേ, ഇന്നീ ജാറുല്ലക, ഞാൻ നിങ്ങളുടെ ജാറാണ്, സഖ്യസേനയാണ്. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപം കൊണ്ട് വന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ സഖ്യസേനയാ. പക്ഷേ ബദറിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോ അല്ലാഹു ഉത്തരം നൽകിയില്ലേ, അൽഫം മിനൽ മലായിക മുർദിഫീൻ, അണിയണികളായ സ്വപ്പായി വരുന്ന അല്ലാഹുവിന്റെ മാലാഖമാരെ കൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തില്ലേ. മീകായിലിന്റെ നേതൃത്വത്തില് വെളുത്ത തലേ കെട്ടുകെട്ടിയിട്ട് വെളുത്ത ജുബ്ബ ധരിച്ചിട്ട് ഇരിക്കുന്ന ഇൽമിന്റെ മുത്തുമണികളായ മുതല്ലിമീങ്ങള്, അത് ആ രൂപം കൊണ്ട് ഇറങ്ങി വരികയാണ്. മഹാനായ മീകായിലിന്റെ രൂപത്തിൽ, അവരുടെ നേതൃത്വത്തിൽ മലക്കുകൾ അൽഫം മിനൽ മലായിക മുർദിഫീൻ ഇറങ്ങി വന്നപ്പോ അബൂജഹലിനോട് സുറാഖ പറയുന്നില്ലേ, ഇബ്ലീസ് പറയുന്നില്ലേ, പ്രിയപ്പെട്ടവരെ, എന്താ പറഞ്ഞത്? ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുകയാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു മലക്കുകളുടെ ശൗര്യം കണ്ട് ഇറങ്ങിപ്പോയില്ലേ ഇബ്ലീസ്. അതാണ് ബദറിൽ ഇബ്ലീസ് പെട്ടതുപോലെ എന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങിപ്പോകട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങിപ്പോകട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങിപ്പോകട്ടെ, നമ്മുടെ വിചാരങ്ങളിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങിപ്പോകട്ടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളെ തവസ്സുൽ ചെയ്തിട്ട് 4 പതിറ്റാണ്ടുകൊല്ലേ മുമ്പ് ശ്രാന്തയിലെ മുസ്ലിം പെണ്ണ് നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങളിരുന്ന് പാടിയത്, ദഹം ഔത്തത് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവ നാട്ടുവാ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസിനെ ഓടിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹും ബദരീങ്ങൾക്കുമേ കഴിയുള്ളൂ. ബദരീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളും ആണല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതമൊന്നും കണ്ടിട്ട് ഇപ്പോൾ ഒരാളുടെ ആക്കിബത്ത് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. പറ്റുമോ? അന്ത്യം നന്നാകണം. അതുകൊണ്ടാണ് പഴമക്കാരായ ആലിമ്യങ്ങൾ ദ്വാരക്കാർ, ആക്കിബത്ത് നന്നാക്കണേ തമ്പുരാനെ, ആക്കിബത്ത് നന്നാക്കണേ തമ്പുരാനെ. ഇപ്പൊ ഈ ശ്രാമ്പ്യ അങ്ങാടി, ശ്രാമ്പ്യ തന്നെയല്ലേ, ഇവിടുന്ന് കൊണ്ടോട്ടിക്കൊരു ഓട്ടമൻ വേണ്ട, ഇവിടെ ഒരു ബസാറുണ്ടല്ലോ, മറ്റേ എന്താ ചരിത്ര പ്രസിദ്ധമായ ബസാർ, അങ്ങോട്ടൊരു ഓട്ടമത്സരം നടത്തുകയാണ്. ഇവിടുന്ന് നിങ്ങളുടെ ഇവിടുത്തെ 2-3 ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെ കൂടി 2 ആളെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഉസൈൻ ബോൾട്ടാണ്, ജമൈക്കയുടെ എക്കാലത്തെയും വലിയ സ്പ്രിന്റ് താരം. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഓട്ട മത്സരത്തെ കുറിച്ചല്ല പറയണത്. മറ്റൊന്ന് ജമൈക്കയുടെ തന്നെ ആസഫ പവൽ, 2 പേരുണ്ട്. ഇവിടുന്ന് ഓട്ടം തുടങ്ങി. പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഉസൈൻ ബോൾട്ട് മുന്നിൽ. ശ്രദ്ധിക്കണേ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കുക? പറയൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ, ആരാ? അതാ നമ്മുടെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസൈൻ ബോൾട്ടല്ലേ? ഉസൈൻ ബോൾട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അബ്സല്യൂട്ട്ലി തെറ്റാണത്. കാരണം ഉസൈൻ ബോൾട്ട് മനുഷ്യസാധ്യമായ വേഗതയുടെ 0.9 അടുത്തെത്തിയ കൊടുങ്കാറ്റ് കാലിൽ ആവാഹിച്ചെടുത്ത് ഓടുന്ന ഒരാളൊക്കെ തന്നെ. പക്ഷെ അയാൾ വിജയിച്ചു പറയാൻ പറ്റില്ല. ഇതിന്റെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, അവിടുത്തെ ബസാർ. ഏത് ബസാർ? മാമ എന്താ ബസാർ? എന്താണ് ഒരു ബസാർ? അത് എന്താണ് അതിന്റെ പേര്? പള്ളിക്കൽ ബസാർ. അവിടെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ ആരാണ് അവസാനമെത്തുക എന്ന് നോക്കണം.
അവരെയാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുക. അവിടെ എത്തുന്നതിന്റെ മുമ്പ് ഉസൈൻ ബോൾട്ട് മുമ്പിലായ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ മുമ്പ് ആ സഫാബകൾ മുമ്പിലായ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ ബസാറിലെ ഫിനിഷിംഗ് പോയിന്റിൽ ആരുടെ കാൽപാദമാണ് ആദ്യമെത്തുന്നത് അവനാണ് വിജയി. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാ. അതുകൊണ്ടാണ് ബദരീങ്ങളെ തവസ്സുൽ ചെയ്തിട്ട് നമ്മൾ പാടിയത്, റബ്ബേ മരണത്തിന്റെ വേളയിൽ ഇബ്ലീസ് വരുമ്പോ ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളായിട്ടുന്ന റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദ് ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദ് ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅറൂഫ് ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മദ്കൂർ ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അമാനുൽ അമാൻ. ഇത് ദിവസവും നിങ്ങൾ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇജാസിയത്ത് തരുന്നില്ലട്ടാ, നമ്മളൊരു മണ്ണാങ്കട്ടിയല്ല. എന്നാലും രാവിലെ ഒരു 11 വട്ടം വൈകിട്ടൊരു 11 വട്ടം ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഇൻഷാ അല്ലാഹ് പറ. നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് പോകുമ്പോ എനിക്ക് ചിലപ്പോൾ കവർ കിട്ടും, നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ. അതൊരു സമ്മാനം. ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ഫോർ യു. ഇൻഷാ അല്ലാഹ് പറ എല്ലാവരും. ഇൻഷാ അല്ലാഹ് പറഞ്ഞവരൊക്കെ കുടുങ്ങി. എന്താന്ന് വെച്ചാലേ ഈ സ്രാമ്പ്യ ബസാറിൽ പൈസ കടം വാങ്ങിയാലും നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തരട്ടെ, അടുത്ത വെള്ളിയാഴ്ച തരാം, അടുത്ത കൊല്ലം വെള്ളിയാഴ്ച തരില്ല. ആ ഇൻഷാ അല്ലാഹുടെ അർത്ഥം അങ്ങനെ. ഈ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ സദസ്സിൽ ഈ ഇരിക്കുന്ന ഉലമാക്കളെയും അദൃശ്യരായ മാലാഖന്മാരുടെയും പുണ്യാത്മാക്കളുടെയും അദൃശ്യ സാന്നിധ്യത്തിൽ ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളുടെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് ബഷീർ പൈസയോടല്ലേട്ടാ, അള്ളാഹുനോടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ചെല്ലണം. കുടുങ്ങിയ ഇപ്പൊ ഇൻഷാ അല്ലാഹ് പറയാത്ത ഒരു കഴിച്ചിലായി തോന്നുന്നുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇനി ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിപ്പോ എങ്ങനെ കാണാതെ അറിയില്ലല്ലോ. നമ്മുടെ ഷിയാബ് ഉസ്താദിനോട് പറഞ്ഞാൽ മതിട്ടാ, അല്ലെങ്കിൽ ഏതൊരു ഉസ്താദ സംഘാടകരോട് പറഞ്ഞൊരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് എല്ലാവരുടെ വീട്ടിലെത്തിക്കാൻ പറയും. ഓക്കെ പറയില്ലേ? ആന്ന് പറയും. അല്ല ഞാൻ ഇപ്പൊ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ആന്നും പറഞ്ഞിട്ട് കാണാതെ അടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇത് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ CD റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ പിന്നെ അത് കേട്ടാലും മതി. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞത് മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, മനുഷ്യന്റെ മരണം ഫിസിക്കലി ഒരു 80% കഴിഞ്ഞാൽ പിന്നെ അവൻ അൺകോൺഷ്യസ് മൈൻഡിലാണ് പോവുക. എന്താണ് മജ്ലിസുന്നൂറിന്റെ പുണ്യമെന്ന് ചോദിക്കുന്നവരുവാ അവരോട് പറഞ്ഞു തരാ. 80% കഴിഞ്ഞാൽ അവൻ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് പോവുക എന്ന് വെച്ചാൽ അവന്റെ ബോധമനസ്സ് പിന്നെ പ്രവർത്തിക്കുകയില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ വലൈസത്തി തൗബ, അവന് തൗബയില്ല. പരിശുദ്ധ വേദഗ്രന്ഥമേ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇമാമുന ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. പെരുവിരലിൽ നിന്ന് റൂഹിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം കാൽപാദങ്ങളാണ് മരിച്ചു തുടങ്ങുക. അല്ലാഹുവേ, പിന്നെ മുട്ടിന്റെ അവിടെയാണ് മരിച്ചു തുടങ്ങുക, പിന്നെ അരഭാഗമാണ്, പിന്നെ നെഞ്ചോളമാ. ഇങ്ങനെ 1 by 1 ആയിട്ടാണ് റൂഹിനെ പിടിക്കുക എന്ന് തിരുദൂതര് മുഹമ്മദ് മുസ്തഫ. അവസാനം റൂഹ് കടന്നു പോകുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഉള്ളിലൂടെയാണ്. റൂഹ് അവസാനമായി പിരിഞ്ഞു പോകുന്നത്. അങ്ങനെയാകുമ്പോ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാലാണ് ഇബ്ലീസ് കൂജയുമായി കടന്നു വരിക. ഇങ്ങനെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. തിന്മയുടെ മാർഗത്തിൽ നമ്മൾ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ രൂപത്തിലാണ് വരിക. അപ്പൊ നമ്മൾ ദുനിയാവിൽ തിന്മയുടെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മമ്മൂട്ടിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അയാളെ തന്നെ ആയിക്കൊള്ളുന്നില്ല, വയസ്സായില്ലേ, അയാളുടെ രൂപത്തിൽ വരും. ഞാൻ അയാളുടെ ഫാൻസുകാർ ഞാൻ പോകുമ്പോൾ എന്റെ വണ്ടി തടയണ്ട. അല്ല, അങ്ങനെ ഗുലുമാലുണ്ടായിട്ടുണ്ട് ആസിഫ് അലിനെ പറഞ്ഞിട്ട്. ദിസ് ഇസ് ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞതാ.
അയാളുടെ രൂപത്തിൽ വരും. അപ്പൊ നമ്മൾ സ്നേഹിച്ച ആളല്ലേ നിലക്ക് നമ്മൾ വാങ്ങിപ്പിടിക്കും. ഫഖദ് കഫറ, ചത്തുപോകും. ഔ കമാ ഖാല റസൂലുള്ളാഹി. പൃഥ്വിരാജിന്റെ രൂപത്തിൽ വരും. ഇപ്പൊ അയാളാണല്ലോ താരണം, മൊയ്തീൻ ഹാജി ആയതുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ യുവാക്കറിയാം, അതുകൊണ്ടല്ല അവർ ചിരിക്കുന്നുണ്ടല്ലേ. അയാളുടെ രൂപത്തിൽ വരും ഇബ്ലീസ്. അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കും. ഫഖദ് കഫറ, അങ്ങ് കാഫിറാകും. അതാ, അല്ലാതെ ഇബ്ലീസ് ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച് വരുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്ലീസിന് കുറെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, അവർ വരും, ആ രൂപത്തിൽ വരും. ഇബ്ലീസിന് പോലും ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഈജിപ്തിൽ അൽ ഇബ്ലാസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്, അൽ ഇബ്ലാസ്. അവർ പറയുന്ന ന്യായം ഇബ്ലീസ് എന്ത് തെറ്റാ ചെയ്തത്? അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുന്നല്ലേ പറയുന്നത്. ഏറ്റവും പ്യുവർ തൗഹീദല്ല അയാൾ പറഞ്ഞത്, ആണല്ലോ അല്ലേ? ഞാൻ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുള്ളൂ, മനുഷ്യന് സുജൂദ് ചെയ്യില്ല. ഏറ്റവും നല്ല തൗഹീദല്ലേ പറഞ്ഞത്. പിന്നെന്താ ഇബ്ലീസിന്? അതുകൊണ്ട് ഞങ്ങൾ ആ നിരപരാധിയുടെ കൂടി ഇരയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞ് അൽ ഇബ്ലാസ് മൂവ്മെന്റ് ലോകത്തുണ്ട്. ഞാനൊരു തമാശക്ക് വേണ്ടി പറയില്ല, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. അൽ ഇബ്ലാസ് അല്ലെങ്കിൽ വേറെ ലിപികളിൽ അതുണ്ട്. കേരളത്തിൽ പോലും അതിന്റെ ആളുകളുണ്ട്. കൊച്ചി ആസ്ഥാനമാക്കി പാതിര നൃത്ത പരിപാടികളും മദ്യ പരിപാടികളും ഒക്കെ നടത്തുന്ന ഒരു വിങ്ങുണ്ട്. അൽ ഇബ്ലാസ് എന്ന പേരിലല്ല കേരളത്തിൽ. അവർ ബ്ലാക്ക് ഷർട്ടാണ് അണിയുക. ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവർ പലപ്പോഴും മുഖമൂടി അണിയും. അവരുടെ ബൈക്കിൽ പോലും അതിന്റെ എംബ്ലം ഉണ്ട്. അള്ളാഹു കാക്കട്ടെ, കൊണ്ടോട്ടിയിലും വരും. എന്താ പറയണത്? അൽ ഇബ്ലാസ് മൂവ്മെന്റ്. അതുകൊണ്ട് പിന്നെ പൃഥ്വിരാജിനും ഉണ്ടാവുമല്ലോ. ആരുടെ രൂപത്തിലാണ്? അവരുടെ രൂപത്തിൽ വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല ഹബീബേ. അതുകൊണ്ട് മരണത്തിന്റെ വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു മരിച്ച മഹാരഥന്മാരായ ബദരീങ്ങളെ തപസ്സുൽ ചെയ്യണേ പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന്റെ ചുണ്ടുകൾ എങ്ങനെ മഞ്ഞക്കളറ മണ്ണിന്റെ കളറായി പോകൂ, വിരലുകളുടെ കളറെങ്ങനെ മഞ്ഞ വർണ്ണത്തിൽ ആയിപ്പോകും. വായ തുറന്നു നോക്കിയാ നാവ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. നാവ് കാണാൻ ബുദ്ധിമുട്ടാ. കണ്ണിന്റെ കൃഷ്ണമണികള് അതേ ഉള്ളിലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ കണ്ടാൽ ഉറപ്പിച്ചോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാത്ത മരണമാ. നഷ്ടപ്പെട്ടില്ലേ ഹബീബിങ്ങളെ? സകലതുമുണ്ടായിട്ടെന്താ? രോഗിയായി കിടക്കുമ്പോ നമ്മുടെ വല്യമ്മമാരിങ്ങനെ വരും, എന്നിട്ടിങ്ങനെ ചെല്ലിത്തരും. ലൈലോ ഇല്ലല്ലോ ചെല്ലിത്തോ അല്ലേ? നമ്മുടെ ആൾക്കാർ ഒരു ഫാഷനാണ്, ഫാഷൻ കൂടിയാണ്. ചെല്ലണം കേട്ടോ. ലക്കിനും ഇന്ത മൂത്താക്കും ലൈലാ ഇല്ലല്ലോ ചൊല്ലിക്കൊടുക്കൂ എന്ന് ത്വാഹ റസൂലുള്ളാഹി. അത് ഈ ചെല്ലലല്ല പറഞ്ഞു കിട്ടുക. നമ്മളെന്താ വരുന്നോര് ലൈലാ ഇല്ലല്ലോ ചെല്ലിന്നു. എവിടെ? ഈ പറയുന്നോള് സുബീസ്കരിച്ചിട്ട് കൂടിയില്ല. എന്നിട്ട് ഇപ്പോഴാണ് ഒലത്തുന്നത് ലൈലാ ചെല്ലാന്. അന്ന് രാത്രി അമ്മ മനസ്സ് കണ്ടാളാ, ചില്ലുവിളക്ക് കണ്ടാളാ, മെട്ടി യൂസ് കണ്ടാള് മയ്യത്തിന്റെ. ഇതൊരു ഫാഷനാണ്. ഇപ്പോൾ ഫാഷനാണ്. ലൈലാ ചെല്ലി വരുന്നവര് വെള്ളം മുക്കി കൊടുക്കുക. അതിന്റെ വയറ് വീർത്ത് പൊട്ടാത്തത് ഭാഗ്യം. നിങ്ങളെ ലൈലാ ചെല്ലി കൊടുക്കുക 2 or 3 തവണ. അതിങ്ങനെ നിരന്തരം ചെയ്യരുത്. ഈ മൈക്ക കൊണ്ടുപോയിട്ട്, നല്ല മൈക്കാണോ? ആണല്ലോ, അന്വേഷണമൊന്നും വേണ്ട, പരസ്യം പറഞ്ഞു. ഇത് കൊണ്ടുപോയി ചെവിയിൽ പറഞ്ഞു കൊടുത്താലും പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലാത്തതിന് മരിക്കുമ്പോൾ നാവില് അത് വരില്ല, ഉറപ്പ്, അബ്സല്യൂട്ട്ലി വരില്ല. അവിടെയാണ് മജ്ലിസുന്നൂർ, അവിടെയാണ് ബദരീങ്ങളെ നമ്മൾ തവസ്സുൽ ചെയ്യണത്. വരില്ല. പിന്നെ ഞങ്ങൾ ചൊല്ലിക്കൊടുക്കണം കുറെ. ഇനി അഥവാ ചെല്ലാൻ കഴിയുന്ന ആൾ മനസ്സിന് ചെല്ലുന്നുണ്ടാവും, ആ രോഗി പറയുണ്ടാവും, ഇത് പണ്ടാറക്കാലത്തി ഒന്നും നിർത്ത്, ഞാൻ ചെല്ലലുണ്ട്, ഇത് വരുന്നവര് മുഴുവൻ ഇങ്ങനെ ആക്കണ്ട. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഒരുപാട് കേട്ടതല്ലേ, ഫാത്തിമ ഹോസ്പിറ്റലിൽ കാലം കണ്ട കാന്തദർശിയായ മഹാപണ്ഡിതൻ കിടക്കവേ, ഖുർആനിലെ സൂറത്ത് യാസീൻ ഓതവേ, വൈലൈഹി തുർജഊൻ എന്ന അവസാനത്തെ സൂക്തം മൊഴിയവേ, ഹോസ്പിറ്റലിന്റെ സമീപ മസ്ജിദിൽ നിന്ന് ബാങ്കിന്റെ അമരനാദം മുഴങ്ങവേ, ഓരോ വചനത്തിനും മറുപടി പറഞ്ഞു ശംസുൽ ഉലമാ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തുന്നതുവരെ മറുപടി പറഞ്ഞു ശംസുൽ ഉലമാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിലെ മുഅദ്ദിൻ അത് പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കുന്നവന്റെ ബാധ്യതയല്ലേ ഏറ്റു പറയുക. ശംസുൽ ഉലമയുടെ ചുണ്ടിൽ നിന്ന് അത് മുഴങ്ങി. ആയിരക്കണക്കായ ശിഷ്യഗണങ്ങൾക്ക് ആത്മജ്ഞാനത്തിന്റെ പേനിരന്തം നിറഞ്ഞ ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ ചുണ്ടുകൾ ശബ്ദിച്ചിട്ടില്ല. ആ ചുണ്ടുകൾ അതാ പാതി അടഞ്ഞുപോയില്ലേ. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ മനോഹരമായൊരു പുഞ്ചിരി വെള്ളിമാടുകുന്നിൽ മയ്യത്ത് കണ്ടപ്പോ നമ്മൾ കണ്ടില്ലേ. ആരും കൂട്ടിക്കൊടുത്തതല്ല. ചുണ്ടുകൾ താനെ അടഞ്ഞു ശംസുൽ ഉലമയുടെ. അത് കണ്ടുനിന്ന കുട്ടിയെ സന്താരി പറഞ്ഞു, ആ കണ്ണുകൾ താനെ അടഞ്ഞു. യാ അല്ലാഹ്, ശംസുൽ ഉലമയുടെ കണ്ണുകൾ താനെ അടഞ്ഞു, ചുണ്ടുകൾ താനെ അടഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം ഒരക്ഷരം പോയിട്ടൊരു ശ്വാസം പോലും ശംസുൽ ഉലമയുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ബഹമൂത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന് കാട്ടിടും. നേരം ലൈനവനാട്ടുക ബദരീങ്ങളാൽ തുണറബ്ബന. ബദരീയത്ത് ജീവിതത്തിൽ പകർത്തിയ മഹാനാണ് ശംസുൽ ഉലമ. അവിടുത്തെ ബയോഗ്രഫിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദരീയത്ത് ചെല്ലാത്തൊരു ദിവസം ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. ജീവിക്കുന്ന തെളിവല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വരൂ മജ്‌ലിസ് നൂറിന്റെ മഹാസാഫലമായ ഈ ആത്മീയ സംഗമങ്ങളിലേക്ക് എല്ലാ മാസത്തിലും വരണേ പ്രിയപ്പെട്ടവരെ. നമുക്കും ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാമുനാ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അനിയനോട് പറഞ്ഞു, മകനെ അനിയ, 2-3 തുണി വാങ്ങിക്കൊണ്ടുവാ. ഷോപ്പിൽ പോയി തുണി വാങ്ങി വന്നപ്പോൾ ഇമാം ഗസ്സാലി വലു ചെയ്തു, 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് കട്ടിൽ നീണ്ടു നിവർന്നു കിടന്നു. തന്റെ പ്രഖ്യാതമായ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങളുടെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ അത് നെഞ്ചത്ത് വെച്ചു, കൈ കെട്ടി, പിന്നെ പുതച്ചിട്ട് കൈ കെട്ടി അവിടെ കിടന്നു. അല്പസമയം കഴിഞ്ഞിട്ട് വന്നു. അനിയൻ വന്ന് വിളിച്ചു, കാക്ക മിണ്ടുന്നില്ല, കാക്ക മിണ്ടുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാ, ഞങ്ങളുടെ നാട്ടിലാണ് ഏക്ക എന്ന് വിളിച്ചു, മിണ്ടുന്നില്ല. മുഖത്തെ ആ തുണി അങ്ങ് മാറ്റിയപ്പോ ഇമാം ഗസ്സാലി ചിരിക്കുകയാണ്. അനിയൻ ചോദിച്ചു, ഇക്ക എന്താണിങ്ങനെ ചിരിക്കുന്നത്? എന്തിനാണിങ്ങനെ ചിരിക്കുന്നത്? മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, മിണ്ടുന്നില്ല. ശരീരമൊന്ന് പൊടിച്ച് കുലുക്കിയപ്പോ ആ ശരീരം മൊത്തം കുലുങ്ങി. ആത്മജ്ഞാനത്തിന്റെ മഹാസാഗരത്തിലേക്ക് ആശയത്തിന്റെ മഹാപ്രപഞ്ചങ്ങൾ സമ്മാനിച്ച ഇമാം ഗസ്സാലി എന്ന ദിഷണാശാലിയുടെ ഫിലോസഫർ ഓഫ് ഇസ്ലാമിക് തിയോളജി ആ ആത്മാവ് ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പറന്നു പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശാന്തമായ മരണം. നമ്മൾ കണ്ടിട്ടില്ലേ കാള വലിക്കണത് പോലെ ആൾക്കാർ മരിക്കണത്? പടച്ചോൻ കാക്കട്ടെ. ശാന്തമായ ജീവിതം, ശാന്തമായ മരണം വേണമോ? അതാണ് മജ്‌ലിസുൻ നൂർ. ആരാണത് ഭയപ്പെടാത്തത്? ആരാണത് ലഭിക്കുമോ എന്ന് പേടിക്കാതെ പോയത്? പ്രവാചകന്മാര് ഭയപ്പെട്ടില്ലേ? മാസൂമിങ്ങളില്ലേ? സേഫ് പ്രൊട്ടക്ഷനുള്ള പ്രവാചകന്മാർ പോലും പേടിച്ചില്ലേ ആഖിറത്ത് പോകുമോ എന്ന്? അതുകൊണ്ടാണ് മിസ്റിന്റെ സൗഗന്ധമേ, മിസ്റിന്റെ രാജകുമാരൻ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലയോ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീൽ അഹാദീസ്. അല്ലാഹുവേ, നീ എനിക്ക് നൽകി തമ്പുരാനെ മിനൽ മുൽക്, നീ എനിക്ക് പവർ നൽകി, അധികാരം.
ഈ അധികാരവും ഇൽമ് എന്ന് പറയുന്നത് പവർ ആൻഡ് വിസ്ഡം, അധികാരവും ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ പറയുമ്പോൾ നിങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കലല്ലട്ടെ ഈ പറഞ്ഞത്. ഒരു സമൂഹത്തിന്റെ ആധ്യാത്മികമായ നേതൃത്വം അത് അള്ളാഹു നൽകുന്നതാ. അതിലാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വിസ്ഡം, ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് MBA BBA അല്ലെങ്കിൽ മദ്രസ പഠിക്കലോ ഏതെങ്കിലും കോളേജിലെ ഫൈസി ദാരിമി ബിരുദാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് അൽ ആരിഫ് ബില്ലാഹ്, അള്ളാഹുവിനെ തിരിച്ചറിയുന്ന വിജ്ഞാനമാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. അതറിയുന്ന മഹാന്മാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഒരു മഹാൻ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അള്ളാഹു നൽകട്ടെ. അത് രണ്ടും നീ എനിക്ക് നൽകി തമ്പുരാനെ. പക്ഷെ എനിക്ക് വേണ്ടത് അതൊന്നുമല്ല നാഥാ. ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സംരക്ഷക. സംഭാവനയാണല്ലേ. ബർക്കത്തുള്ളവരാകട്ടെ. ആദ്യമായി കൊടുക്കും, രണ്ടാമത് ഞാൻ തരാം. അതങ്ങനെ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ പടച്ച സംരക്ഷക, നീ തമ്പുരാനെ നിന്നോടെനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെ ദിവസം സഹിക്കണോ നിങ്ങള്? തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഹലോ, നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ തുറന്നിട്ടുണ്ടോ? ഒരു മസാറിൽ പോയി തുറന്നിട്ടുണ്ടോ? ഒരു മജ്ലിസിൽ തുറന്നിട്ടുണ്ടോ? ഒറ്റക്ക് തുറന്നിട്ടുണ്ടോ? കൂട്ടായി തുറന്നിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. വിസ ചോദിക്കാറുണ്ട്, കമ്പനിയിൽ നന്നായി ജോലി കിട്ടാൻ ദ്വാരക്കാറുണ്ട്, മോൾക്കടെ കല്യാണം ശരിയാകാൻ ദ്വാരക്കാൻ പറയാറുണ്ട്, രോഗം മാറാൻ പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നമ്മൾ പറയാറുണ്ടോ? യൂസുഫ് നബിയല്ലേ ദ്വാരുന്നത്, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഈമാനും ആമാലുമുള്ള ബദരീങ്ങൾക്ക് ലഭിച്ചത്. അവരതിനു വേണ്ടി പടപൊരുതി, നമ്മൾ അവരെ തവസ്സുൽ ചെയ്ത് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു നമുക്കത് നൽകുമെന്നതുകൊണ്ടാണ് പണ്ടുകാലത്ത് നമ്മുടെ ഉമ്മമാരങ്ങനെ ദ്വാരുന്നത്. അതുകൊണ്ട് ഹൃദയം പിടക്കുന്ന വേദനയോടെ എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്യണം. മരിക്കുമ്പോ ഈമാൻ നൽകണേ അല്ലാ, റാഹത്തായ മരണം നൽകണേ റബ്ബ്. അല്ലാഹു അങ്ങനെ നൽകുമാറാകട്ടെ. മുസ്തഫായ നബി വരും മുഅ്മിനീങ്ങളെ, മുസ്തഫായ നബി വരും മുഅ്മിനീങ്ങളെ. ഞാനിതൊരു തമാശക്ക് വേണ്ടി പറയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മവ്യക്തിത്വത്തിന്റെ തിരുസാന്നിധ്യമുള്ള മരണം അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് മജ്ലിസുൻ നൂർ കൊണ്ട് നൽകുമാറാകട്ടെ. മജ്ലിസുൻ നൂറിന്റെ മൂന്നാമത്തെ പുണ്യാണ് ഞാൻ പറയണം. ശരിക്ക് കേൾക്കണേ. അത് കിട്ടണമെങ്കിൽ ബദരീങ്ങൾക്ക് കിട്ടി, നമുക്ക് കിട്ടണമെങ്കിൽ റസൂലിനോട് അദമ്യമായ സല്ലല്ലാഹു അലൈഹി വസല്ലം അദമ്യമായ പ്രണയം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഈമാനും അമാലും. പക്ഷെ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ബദരീങ്ങൾ ജയിക്കാൻ അടിസ്ഥാനപരമായി ബേസിക്കലി റീസൺ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചതുകൊണ്ടാണ്. ആ മധുരം കിട്ടിയപ്പോഴാണ് അവർ അട്ടരാടിയത്. സലാസുൻ മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ മധുരം രണ്ടാളുകൾക്ക് ലഭിക്കും, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവർക്ക്. ബദരീങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവരാ. നമ്മൾ മജ്ലിസുൻ നൂറിൽ പങ്കെടുത്താൽ മാത്രം പോരാ, അല്ലാഹുവിന്റെ റസൂലിനോട് അതമ്യമായ പ്രണയമുണ്ടാകണമേ. ഞാനൊന്ന് പറയാം. പരിശുദ്ധ മദീന മസ്ജിദുൻ നബവി ഒരു സഹാബി ഇരുന്ന് കരയുകയാണ്, വിങ്ങി വിങ്ങി കരയുകയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി ആ സഹാബിയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, എന്തിനാ പൊന്നെ കരയുന്നേ?
മാലി അറാക മഹ്സൂന, എന്താ നിന്നെ ദുഃഖിതനായി കാണുന്നുവല്ലോ, കരഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ എന്ത്? അപ്പോഴാ സഹാബി പറഞ്ഞ മറുപടി നമ്മുടെ നെഞ്ചകം പിളർക്കേണ്ട മറുപടിയാ. നമ്മളെന്ത് മുസ്ലിങ്ങളാ, നമ്മളെന്ത് സുന്നികളാ, നമ്മളെന്ത് പ്രവാചക പ്രണയിനികളാ, നമ്മളെവിടെയാ റസൂലുള്ളാഹിനെ പ്രണയിച്ചത്? ബദരീങ്ങൾ പ്രണയിച്ചതുപോലെ പ്രേമിച്ചിട്ടുണ്ടോ? ആ സഹാബിവരും പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ പള്ളിയിൽ വരുമ്പോൾ അങ്ങയുടെ മുഖം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്തോരു ചന്തമാണ് നബിയെ, എന്തോരു സുഖമാ, എന്തോരു ശാന്തിയാ. 14 രാവിലെ പൂർണ്ണചന്ദ്രന്റെ പ്രഭയുള്ള ഈ മുഖം ഇങ്ങനെ കാണുമ്പോ എന്റെ ടെൻഷൻ പോകുന്നു നബിയെ. മജ്‌ലിസിനോ മനസ്സിന് ശാന്തി. പക്ഷെ ഫമാ അസ്ബിർ ഹത്താ ആതി ഫഅൻദുർ ഇലൈക യാ റസൂലല്ലാഹ്. നബിയേ, പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് ഈ പപ്പഴത്തോട്ടത്തിൽ കൃഷിക്ക് വേണ്ടി പോയാൽ മദീന ബസാറിലൂടെ നടക്കാൻ തുടങ്ങിയാൽ എന്റെ മനസ്സിൽ അങ്ങയുടെ മുഖം കാണാൻ തോന്നുന്നു നബിയേ, അങ്ങയുടെ അടുത്ത് ഓടി വരാൻ തോന്നുന്നു നബിയേ, മസ്ജിദുൻ നബവിയിലേക്ക് ഓടി വരാൻ തോന്നുന്നു ഹബീബേ. ഫമാ അസ്ബിർ, ക്ഷമിക്കാൻ പറ്റണില്ല ഹബീബേ, എനിക്ക് നിൽക്കാൻ പറ്റണില്ല ഹബീബേ, എനിക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല ഹബീബേ, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റണില്ല ഹബീബ്, അതുകൊണ്ട് ഞാൻ അങ്ങയെ കാണാൻ ഓടി വന്നതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മുത്തേ നീ എന്നെ കാണുന്നുണ്ടല്ലോ, കൊതി തോന്നുമ്പോഴൊക്കെ ഓടി വന്നാലും കാണാലോ, പിന്നെന്തിനാണ് കരയുന്നത്? അപ്പോഴാ സഹാബിവര്യൻ പറഞ്ഞ മറുപടി എന്താ? അതൊന്നുമല്ല നബിയേ, വകർതു മൗതി വമൗതക യാ റസൂലല്ലാഹ്. ഞാൻ എന്റെ മരണം ഓർത്തു നബിയേ, ഞാൻ എന്റെ മരണം ഓർത്തുപോയി നബിയേ, അങ്ങയുടെ വഫാത്ത് ഓർത്തുപോയി നബിയേ. നിങ്ങൾ സ്വർഗത്തിലാണ്, അതെ, ഞാനും ഒരുപക്ഷേ സ്വർഗത്തിലാകാം. അങ്ങയെ പിൻപറ്റിയതിന്റെ പേരിൽ, അങ്ങയെ ഇത്തിബാഅ ചെയ്തതിന്റെ പേരിൽ, അങ്ങയെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാനും സ്വർഗത്തിലാകാം. പക്ഷേ അങ്ങ് റഫീഖുൽ അഅ്ലാ, നിങ്ങൾ ഉന്നതമായ അവസ്ഥയിലാകില്ലേ ഹബീബേ? മഖാമൻ മഹ്മൂദ് എന്ന ഉന്നതമായ പദവിയിലല്ലേ നബിയേ? ഞാൻ താഴെ എവിടെയെങ്കിലും ആകും. എന്റെ പ്രിയപ്പെട്ട ഈ സാമ്പ്യാപസാറുകാരെ, ഒരു ചിന്ത നിങ്ങളൊരു മിനിറ്റ് ചിന്തിക്ക്. സ്വർഗത്തെക്കുറിച്ച് എത്രയോ വാല് കേട്ടില്ലേ, എത്രയോ മതപ്രഭാഷണങ്ങൾ കേൾക്കുന്നില്ലേ? ഖബർ മാത്രമല്ലേ വിഷയം, സ്വർഗം മാത്രമല്ലേ പ്രമേയം, നരകവും ലോകാവസാനവുമല്ലേ എല്ലാ വേദികളിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അങ്ങനെ നിങ്ങളുടെ കാത് തഴമ്പിച്ചിട്ടുണ്ട് സ്വർഗം കേട്ട് കേട്ടിട്ട്. എങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞ അല്ല പറഞ്ഞത് ആകാശഭൂമികളുടെ വലിപ്പമുണ്ടെന്ന. നിങ്ങളുടെ ഈ സാമ്പ്യാപസാറ് പോലെയല്ല, ഈ മലപ്പുറം ജില്ലയല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ഏഷ്യയല്ല, ലോകം മൊത്തമല്ല. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ സ്വർഗത്തെ കോൺസെപ്റ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഞ്ചായത്തുമായി കരുതി എല്ലാവരും അതിലുണ്ടാവും, റസൂൽ ഉണ്ടാവും, ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവും, മുഹീദ്ദീൻ ശൈഖ് ഉണ്ടാവും. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ. അതിര് വിട്ട മോഹാണ് ഈ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ ഭൂമിയെ കൊണ്ടുപോയി ഒരു ഗാലക്സിയിൽ വെച്ചാൽ, ഒരു ഗോളത്തിൽ വെച്ചാൽ, അറബിക്കടലിൽ തീപ്പെട്ടി വെച്ച് വലിപ്പമേ അതിനുണ്ടാവുള്ളൂ. ആ ഗോളത്തെ വീണ്ടും ഒരു ഗാലക്സിയിൽ വെച്ചാൽ വീണ്ടും കടലിൽ തീപ്പെട്ടി വലിപ്പമേ ഉള്ളൂ. അങ്ങനത്തെ ഈ ഭൂമിയും ആകാശവും ഉൾക്കൊള്ളുന്ന അത്രയും വലിപ്പം സ്വർഗത്തിനുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഞങ്ങൾ ചെല്ലില്ല നമുക്കറിയില്ല, എപ്പുറത്തെ വേളയൊന്നും ഖാല അല്ലാഹു പറയാറില്ല. ഖാല അല്ലാഹു അസ്സ വജൽ,
എവിടെയൊക്കെ പാരമ്പര്യത്തെയും പഴമയെയും നമ്മൾ വലിച്ചെറിഞ്ഞോ, ഏത് സ്റ്റാറ്റസിന്റെ പേരിലും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ വലിച്ചെറിഞ്ഞോ, അവിടെ തുടങ്ങി പരാജയം. പ്രിയപ്പെട്ടവര്, അത് പറച്ചലിലാകട്ടെ, അത് പ്രസ്ഥാനത്തിലാകട്ടെ, അത് ജീവിതത്തിലാകട്ടെ, പഴമയും പാരമ്പര്യവും വലിച്ചെറിഞ്ഞിടത്തൊക്കെ ബറക്കത്ത് പോയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ രാത്രി ഒറ്റയ്ക്കിരുന്ന് പൂരിപ്പിച്ചാൽ മതി ഹബീബിങ്ങളെ. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഒരു വലിയ ലോകമാണ്. അപ്പൊ നമ്മൾ അഥവാ സ്വർഗത്തിൽ പോയി എന്ന് കരുതുക, അല്ലാഹു സ്വർഗത്തിൽ കടത്തട്ടെ. നമ്മൾ റസൂലുള്ളാഹിനെ കാണില്ലട്ടാ, റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ മജ്ലിസുന്നൂർ? ഇതാ മറുപടി. റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ? ഓ, സ്വർഗത്തിൽ എല്ലാവരും ഒരേപോലല്ലേ? എല്ലാവരും അല്ലാഹു അനീതി കാണിക്കില്ലല്ലോ. അതെ, അല്ലാഹു അനീതി കാണിക്കാൻ പാടില്ല. അല്ലാഹു നീതി കാണിക്കും. എങ്ങനെ? നമ്മൾ സ്വർഗത്തിൽ കടന്ന് റസൂലുള്ളാഹിന്റെ അടുത്തെങ്ങനെ എത്തും? ഇൽമു കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, ഇഹ്സാൻ കൊണ്ട് മുൻകടന്ന് എത്ര മഹാരഥന്മാര് കടന്നുപോയിട്ടുണ്ട്. അവരവിടെ നിൽക്കുമ്പോ നമ്മളെത്താനെങ്ങനാ? വലംതു സുന്നതമൻ അബിയല്ലാമയില അനിസ്തകതു ഖദമ കുല്ലുറ മിൻ വറമി മൗലായ സല്ലി വസൽ. പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ശറഫുദ്ദീൻ ബൂസരി ഇഷ്കിന്റെ കാവ്യപ്രപഞ്ചമായ ബുർദാ ഷരീഫിൽ പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പാതിരാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് അവിടത്തെയുടെ തണ്ടങ്കാലിൽ ഇങ്ങി വീർത്തു അതാവലാതി പറയുമാർ നിന്നു എന്ന് നമ്മളെവിടെ നിസ്കരിക്കുന്നത്? പിന്നെങ്ങനെ നമ്മൾ റസൂലുള്ളാഹിന്റെ അടുത്ത്, എങ്ങനെ അബൂബക്കർ തങ്ങളുടെ അടുത്ത് നമ്മളെത്തും? അപ്പോ നമ്മൾ സ്വർഗത്തിൽ ഒരുപാട് ദൂരത്തായിരിക്കും. കടക്കുകയാണെങ്കിൽ തന്നെ അല്ലാഹു കടത്തട്ടെ. കടക്കുമെന്ന വിശ്വാസം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാലോ, ഒരുപാട് അകലെയാകും. അതാണ് ആ സഹാബി പറഞ്ഞ ന്യായം. അങ്ങ് ഏറ്റവും വലിയ പദവിയിലാകും, ഞാൻ താഴെയല്ലേ നബി ഉണ്ടാവുക. അപ്പൊ എന്താ ചെയ്യുക? ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി, മുസ്തഫായ നബി മറുപടി പറഞ്ഞില്ല. ആദരവായ റസൂലുള്ള മറുപടി പറഞ്ഞില്ല. തന്റെ മുന്നിൽ കണ്ണുനീരോടെ സങ്കടം പറയുന്ന ആ സഹാബിക്ക് സാന്ത്വനത്തിന്റെ വചനം മുസ്തഫാന്റെ ചുണ്ടിൽ വന്നില്ല. പ്രവാചകന് മറുപടിയില്ല. ആ സഹാബി ചുണ്ട് പൊത്തിപ്പിടിച്ച് ഇറങ്ങിയോടി മദീനത്തെ പള്ളിയിൽ നിന്ന് മുസ്തഫാന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്നത് അതത് കേടാണെന്ന് കരുതിയിട്ട് ഇറങ്ങിയോടിയപ്പോ സപ്താകാശലോകത്ത് നിന്ന് സാന്ത്വനത്തിന്റെ ചിറകടിയുമായി ഇറങ്ങി വന്ന ഹദറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരായത്ത്, അത്തിയുല്ലാഹ വർ-റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തോടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ സങ്കടക്കടലിളക്കി വിട്ട് കടന്നുപോയ ആ സഹാബിയെ തിരിച്ചു വിളിക്ക് ഹബീബേ എന്നിട്ട് പറഞ്ഞു കൊടുക്ക്. ആരാണ് അല്ലാഹുവിന് വഴിപ്പെട്ടത്? ആരാണ് റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടത്? ആരാണ് അവരെ രണ്ടുപേരെയും അംഗീകരിക്കുകയും അനുധാവനം ചെയ്തത്? അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. അല്ലദീന أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആയത്തോടി കൊടുത്തു. ആരെ അനുധാവനം ചെയ്തു? ആരെ പിൻപറ്റാൻ ശ്രമിച്ചു? അവരോട് കൂടെ ഒപ്പമാണ് നബിയേ. ആ വാർത്തയറിഞ്ഞിട്ട് ആ സഹാബി മദീനയിൽ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയില്ലേ? നമ്മൾ ആരെയാണോ അനുധാവനം ചെയ്തത്, നമ്മൾ ആരെയാണോ പിൻപറ്റിയത്, അവരോടുകൂടെ നാളെ സ്വർഗത്തിലെത്താം. അതാ ബദരീങ്ങളോടുകൂടെ നമുക്ക് അല്ലാഹു സ്വർഗം പെരുമാറാകട്ടെ.
അതുകൊണ്ട് അല്ലാഹുവിനെ പ്രണയിക്കുന്ന മുസ്തഫ നബിയെ പ്രണയിക്കുന്ന ഒരവസ്ഥ വരണം. രണ്ടാമതായി മറ്റൊന്നുകൂടി ചേർക്കട്ടെ. മുസ്തഫ നബി പള്ളിയിലിരിക്കുമ്പോൾ ഒരാളതാ സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്നിറങ്ങിപ്പോകുന്നു. നിരന്തരം വാലുകളിൽ കേട്ട നിങ്ങളുടെ ഈ സംഭവം അതിന്റെ മറ്റൊരാംഗിളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ 3 ദിവസം ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. എന്താണ് വേഗം പോകുന്നത്? നമ്മുടെ ഈ പള്ളിയിലുമില്ലേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാ പെട്ടെന്നിറങ്ങിപ്പോകുന്നവര്. ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം. വണ്ടി കയറിയിട്ട് ഗൾഫിലൊന്നിട്ട് തിരിച്ചു വന്നാ പിന്നെ കൂട്ടപ്രാർത്ഥന തെറ്റായിപ്പോയ പൊന്നുമോനെ, നിന്റെ വലിയ ദ്വാരം നിട്ടാടാ നിനക്ക് ഈ ഖൈറുണ്ടായത്. നിസ്കാരത്തിന് പുറകെ ഇരുന്ന് നിറഞ്ഞ കണ്ണുകളോടെ നിന്റെ പൊന്നും പാദ്വാദന്റെ ഫലമാ. ആ സഹാബിവര്യൻ ഇറങ്ങിപ്പോകവേ 3-ാമത്തെ ദിവസം മുസ്തഫായ നബി ചോദിക്കുന്നുണ്ട്, എന്താ പൊന്നെ, അള്ളാഹിനോടൊന്നും ചോദിക്കാനില്ലേ നിനക്ക്? അള്ളാഹുവിനോടൊരു പരാതിയും പറയാനില്ലേ നിനക്ക്? അപ്പൊ പറഞ്ഞില്ലയോ, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് പറയുക നബിയെ? പടച്ചവനോട് പറയാനില്ലാഞ്ഞിട്ടല്ല. ഒരു ദിവസം ഞാൻ വൈകിപ്പോകവേ വീടിന്റെ ഉള്ളിൽ കിടക്കവേ അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ വീടിന്റെ സമീപത്ത് ഒരു ഈത്തപ്പന ചരിഞ്ഞു നിൽക്കുന്നുണ്ട് ഹബീബേ. ചുടുകാലമല്ലേ, രാക്കാറ്റ് വീശുമ്പോ പഴം പുഴുതു വീഴാറുണ്ട് നബിയേ. രാവിലെ കുഞ്ഞുങ്ങളെടുത്ത് കഴിക്കുന്നു നബിയെ. ഒരു ദിനം ഞാൻ ചെല്ലുമ്പോ എന്റെ മൂത്ത കുട്ടിയും കൊച്ചുകുട്ടിയും പഴുത്ത ഈത്തപ്പഴം വായിൽ വെച്ച് രസിക്കുന്നു നബിയേ. എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അകലെ നിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഹറാമാ, എടുക്കല്ല മക്കളെ എന്ന് പറഞ്ഞപ്പോ എന്റെ മൂത്ത മകൻ താഴെ ഇട്ടു നബിയെ. എന്റെ പൊന്നുമകൻ അവന്റെ പാൽപ്പല്ലുകളിൽ ഈത്തപ്പഴം പതിച്ചു വെച്ച് രുചിച്ചു കഴിക്കുമ്പോ ഞാൻ അവന്റെ വായിലേക്ക് വിരല് കയറ്റി നബിയേ. എന്നിട്ടത് പുറത്തേക്കെടുത്തു നബിയേ. എന്റെ പൊന്നുമോനോ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പച്ചി, ഇന്നലെ രാത്രി പോലും ഭക്ഷണമില്ലെന്ന്, ഇന്നലെ രാത്രി പോലും പട്ടിണിയാണെന്നറിയില്ലേ, ഒരു പഴം ഞാനൊന്ന് കഴിച്ചോട്ടെ എന്നെന്റെ പൊന്നുമോൻ എന്നോട് പറഞ്ഞപ്പോ എന്റെ ഹൃദയം പൊട്ടി നബിയേ. പക്ഷെ ഹറാം എന്റെ മക്കളെ കൊണ്ട് ഞാൻ തീറ്റിക്കില്ല നബിയേ. അതുകൊണ്ട് ഞാനത് നേരത്തെ പോയി അപ്പുറത്തേക്കിടാൻ പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് വിങ്ങിപ്പോയി. ഈ സംഭവം കേട്ട് റസൂലുള്ളാഹിക്ക് സങ്കടം സഹിക്കവയ്യാതായി. റസൂലുള്ള ചോദിച്ചു, ആരാണ് ഇയാളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നത്? അപ്പോഴും മുസ്ലിമാണ്, പക്ഷെ മുനാഫിക്കാണ്. നിങ്ങളൊരു പക്ഷേ യഹൂദി എന്നാകും കേട്ടിട്ടുണ്ടാവുക, പക്ഷെ നിങ്ങളിത് കേൾക്കണമേ, മുനാഫിഖ, മുസ്ലിമായ മുനാഫിഖ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഫീ ദർക്കിൽ അസ്ഫൽ, നരകത്തിന്റെ അടിത്തട്ടില. പുറത്തേക്ക് സ്നേഹം കാണിക്കും, ഉള്ളിൽ സ്നേഹം നബിയോടില്ല. പുറത്തേക്ക് നബിയെ പിൻപറ്റും, ഉള്ളിൽ നബിയോട് സ്നേഹമില്ല. ഇതാണ് മുനാഫിഖ്. നമ്മുടെ നാട്ടുപുറത്തൊക്കെ പരിശോധിച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടും ഉദാഹരണം കേട്ടാ. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ ചോദിച്ചു, അയാളോട് വരാൻ പറ, അയാളോട് വരാൻ പറ. അയാൾ വന്നു. റസൂലുള്ള പറഞ്ഞു, സഹോദരാ, ആ പനമരമില്ലേ, അത് നിന്റെ ഈ സഹോദരന് ഹദിയ കൊടുക്കുമോ നിങ്ങൾ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പന തരാ. മുസ്തഫ നബി ഓഫർ ചെയ്യ, സ്വർഗത്തിലൊരു പന ഞാൻ തരാം. അങ്ങനെ റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഹോട്ട് മൈൽ മെസ്സേജ് അല്ലേ ഹബീബിങ്ങളെ? ഞാൻ തരാം നിനക്ക് സ്വർഗത്തിലൊരു പന. ആ ദുനിയാവിലെ പന അയാൾക്ക് കൊടുക്കോ? ഹബീബേ, മജ്‌ലിസുൻ നൂറിന്റെ 2ാം വാർഷിക വേദിയിൽ റസൂലുള്ള ഇവിടെ വന്നെന്ന് കരുതുക. മാഷാ അല്ലാഹ്. ആ വാക്ക് അദബുകേടൊന്നുമല്ല, റസൂലുള്ള എപ്പോഴും വരുന്നുണ്ട്. ഞാനുള്ള മജ്‌ലിസിലല്ല. ചില ആൾക്കാർ മരിക്കുമ്പോ യാത്രയാക്കാൻ മുസ്തഫ നബി വരും. ഞാനത് പറഞ്ഞിട്ട് തുടങ്ങി, ഞാനത് പറയാം. നോക്കൂ, ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയാ, സഹോദരങ്ങളെ, ഒരു തേങ്ങ നിങ്ങൾ മജ്‌ലിസുൻ നൂറിന് കൊടുക്കൂ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു തേങ്ങ തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നബിട്ട ഇതിലേതെങ്കിലും ഒരാൾ കൊടുക്കാത്തതുണ്ടാകുമോ? ഉണ്ടാവുക ഹബീബിങ്ങളെ? പറയുന്നു, റെസ്പോൺസ് ചെയ്യേ. ഇല്ലാന്ന് എനിക്കും അറിയാം, നിങ്ങളൊന്ന് പറയുന്നു.
ഉറപ്പാണ്. കുടുങ്ങിയില്ലേ? ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ റസൂലല്ല. റസൂൽ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ, കൊടുക്കുവോ ഒരു തേങ്ങ? ആന്ന് പറയുന്നു, ആന്നുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് കാണട്ടെ. ദാറ്റ്സ് ദ സൈക്കോളജി ഓഫ് സ്പീച്ച്. ഇതിൽ എന്നോളൂ. ഒരാൾക്കാർ ഇരുന്നിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല, റസൂലുള്ള എന്ന് ചോദിച്ചാലും ഞാൻ തരില്ല എന്നാണ് എന്റെ അർത്ഥം. പറഞ്ഞ ഞാനാണെങ്കിലും ആ വാക്കിന്റെ ഗൗരവങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. അതത് കേടായിരിക്കും. നോക്കി ചെറുത്തേനെ കാടന്നെടുത്താലും നേർമാമധൂരക്കൂ പ്രവതീണില്ലാമേ. അട്ടപ്പാടിയിൽ ആദിവാസി, അൺകൾച്ചറായ ആദിവാസിയാണ് തേനെടുക്കുന്നത് ചെറുതേൻ. നോക്കി ചെറുതേനെ കാടൻ എടുത്താലും നേർമാമധൂര കുറവതീനില്ലാമേ. പറഞ്ഞത് ഞാനായാലും റസൂലുള്ളാഹിനെ പറ്റിയ പറഞ്ഞു. ഇരുന്നത് മോശമായി പോയിട്ടോ. ഹബീബിങ്ങളെ, ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? ഇല്ല നബിയെ, ഞാൻ തരൂല്ല. മുസ്തഫായ നബി ഒരു സാധനം ചോദിച്ചിട്ട് തരില്ലെന്ന് ഭാഷത്തോടെ പറഞ്ഞു അയാൾ. അതാണ് മുനാഫിഖ്. അപ്പോൾ മുസ്തഫായ നബി പറഞ്ഞു, പൊയ്ക്കോളൂ. ആ ഇറങ്ങിപ്പോക്ക് ഹിദായത്തിന്റെ മഹാപ്രകാശത്തിൽ നിന്ന് ദുൽമത്തിന്റെ ഇരുട്ടിന്റെ ഘനാന്ധകാരത്തിലേക്കാണ് ആ ഇറങ്ങിപ്പോക്ക്. ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. വാർത്ത മദീനയിൽ പരന്നു, അങ്ങാടിയിലെത്തി അല്ലേ? അതാ കൊടുങ്കാറ്റ് പോലെ ഒരാൾ മസ്ജിദ് നബവിയിലേക്ക് പാഞ്ഞെത്തി. ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ ചരിത്രാഖ്യായികയുടെ ഉപമയായ സയ്യിദുന അബൂദ്ദഹ്ദ. എളാപ്പാടമാന്റെ പേരല്ലട്ടാ, അബൂദ്ദഹ്ദ. അങ്ങനെയൊന്നും പറഞ്ഞ പോരാ. അബൂദ്ദഹ്ദ. എനിക്ക് ഒച്ചടാൻ വയ്യ ഹബീബിങ്ങളെ, ഇവിടെ പൊളി ഉണ്ടാവാൻ ഞാൻ ഇടയ്ക്കൂടെ പിടിക്കണം. അബൂദ്ദഹ്ദ ഓടി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ദുനിയാവിലൊരു പന കൊടുത്താൽ ആഖിറത്തിലൊരു സ്വർഗപ്പന തരാ എന്നങ്ങ് ഓഫർ ചെയ്തോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബൂദ്ദഹ്ദ ഇറങ്ങി ഓടുകയാ. ഒരു മിനിറ്റ് നിന്നില്ല, ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങിയോടിയ മുനാഫിഖായ ആളുടെ സമീപമെത്തിയിട്ട് പറഞ്ഞു, ആ പനയില്ലേ, നിന്റെ അയൽപ്പക്കത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന പന, അത് എനിക്ക് വേണം, കച്ചവടം ചെയ്യാം ഞാൻ. അപ്പോൾ ആ യഹൂദി ആ മുസ്ലിമായ മുനാഫിഖായ ആള് പറഞ്ഞു, തരൂല്ല. എന്ത് വില വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ അയാൾ ഒന്നുകൂടി ഡിമാൻഡ് കാണിച്ചു, നല്ല വില തരൂ, തരാം. നിനക്ക് ഞാൻ ഓഫർ ചെയ്യുന്നത് എന്റെ മദീനത്തെ തോട്ടമാ. മസ്ജിദ് നബവിയുടെ സമീപത്ത് ഒരീത്തപ്പനയുടെ തോട്ടമുണ്ട്. സഹാബത്ത് സയഹ്നങ്ങളിൽ അവിടെ പോയിരുന്ന് വിക്രായിരിക്കാറുണ്ട്. ചിന്തകളും മനനങ്ങളുമായിരിക്കുന്ന മനോഹരമായ ഒരു തോട്ടം, ഈത്തപ്പഴം മുഴച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു തോട്ടം, വിശാലമായി പരന്നു കിടക്കുന്ന തോട്ടം. ഞാൻ ആ തോട്ടം മൊത്തമായി നിനക്ക് തരാം. ഒരു പനയ്ക്ക് പകരം ഒരു തോട്ടം മൊത്തം തരാം. പറ്റുമോ? അയാൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, അബൂദ്ദഹ്ദ, നിനക്ക് ഭ്രാന്താണോ? ഒരു പനയ്ക്ക് പകരം ഒരു തോട്ടം തരാൻ ഭ്രാന്താണോ നിനക്ക്? അബൂദ്ദഹ്ദ പറഞ്ഞു, ഭ്രാന്തല്ല, ഭ്രാന്ത് തന്നെയാണ്. പക്ഷേ മനസ്സിലെ പ്രവാചക പ്രണയത്തിന്റെ ഇഷ്കുപൂത്ത പ്രേമത്തിന്റെ ഭ്രാന്താണത്. പറഞ്ഞു, ഞാൻ ആ തോട്ടം തരാം. കച്ചവടം ചെയ്തു. ഒരു പനയ്ക്ക് പകരം 100 കണക്കിന് പനകൾ കൊലച്ചു നിൽക്കുന്ന മദീനയിൽ ആരെയും ആഗ്രഹിക്കുകയും ആകർഷിക്കുകയും ചെയ്ത മദീനയിലെ തോട്ടം കച്ചവടം ചെയ്തു. എന്നിട്ട് മുസ്ലിമായ സഹോദരന്റെ സഹാബിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സഹോദര, ആ ഈത്തപ്പഴത്തോട്ടം ഇപ്പോൾ എന്റെ മിൽക്കില, ഞാനത് നിങ്ങൾക്ക് ഹദിയ നൽകി. ഇനി അതിലെ പഴം നിങ്ങൾക്ക്, മരം എവിടെയാണെങ്കിലും മരം നിങ്ങളുടേതാണ്. ഇനി സുബഹിക്ക് നേരത്തെ പള്ളി എന്ന് വരണ്ട. ഇതൊന്നുമല്ല സംഭവം. ആ സഹാബി അബൂദ്ദഹ്ദ റസൂലുള്ളാഹിന്റെ അരികിൽ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പന ഞാൻ വാങ്ങി നബിയേ.
അങ്ങ് ആഗ്രഹിച്ച പന ഞാൻ ആ സഹോദരന് വാങ്ങിക്കൊടുത്തു ഹബീബേ. അബൂദഹദ അവിടെ നിങ്ങോട്ടെത്തുന്നതിന്റെ മുമ്പ് സപ്താകാശലോകത്ത് നിന്ന് ദിവ്യവചനത്തിന്റെ ഒളിവുമായി ഇറങ്ങി വന്നിരുന്ന ഹളറത്ത് ജിബ്രായീൽ അലൈഹിസ്സലാം വന്നുപോയിട്ടുണ്ടായിരുന്നു. അബൂദഹദ ഓടി വന്നപ്പോ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ പ്രഭയോടെ മുസ്തഫായ നബിയുടെ മുഖകമലത്ത് പുഞ്ചിരി വിടർന്നിട്ട് പറഞ്ഞു, അബൂദഹദ, നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്തത് ദുനിയാവിലൊരു പനയ്ക്ക് സ്വർഗത്തിലൊരു പനയാണെങ്കിൽ ജിബ്രീൽ കുറച്ചു മുമ്പ് ഇവിടെ ഇറങ്ങി വന്നെന്നോട് പറഞ്ഞു, അബൂദഹദ, ദുനിയാവില് നിങ്ങൾ ആ തോട്ടം സംഭാവന ചെയ്തത് ആകാശലോകത്ത് മാലാഖമാർ ആഹ്ലാദം കൊള്ളുന്നു. അബൂദഹദ, അല്ലാഹു സംപ്രീതനാണ് അബൂദഹദ. അതുകൊണ്ട് ദുനിയാവിലെ നിങ്ങളുടെ തോട്ടത്തിന് പകരം സ്വർഗത്തിലെ ഒരു താഴ്വാരം മുഴുവൻ, സ്വർഗത്തിലെ ഒരു ഈത്തപ്പനത്തോട്ടം നിങ്ങൾക്കുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിനോടുള്ള വല്ലാത്ത പ്രേമം കൊണ്ടാണ് അത് ചെയ്തത്. ഒരു താഴ്വാരം മുഴുവൻ ഈത്തപ്പനയുടെ തോട്ടം അല്ലാഹു വാഗ്ദാനം ചെയ്തു കൊടുത്തു അബൂദഹദാവിന്. അബൂദഹദ സന്തോഷം കൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. വീടിന്റെ പടിക്കൽ ആ ഈത്തപ്പനയുടെ തോട്ടത്തിൽ ഉള്ളിൽ കടക്കാതെ പുറത്തു നിന്നിട്ട് അബൂദഹദ ഭാര്യയെ വിളിച്ചു, യാ ഉമ്മദ്ദഹദ. ഭാര്യ പുറത്തേക്കിറങ്ങി. അപ്പൊ പറഞ്ഞു, മക്കളെ വിളിച്ചോ, പാത്രങ്ങളൊക്കെ എടുത്തോ, പുറത്തേക്കിറങ്ങിക്കോ. അബൂദഹദ ഉള്ളിൽ കടന്നില്ല. പുറത്തേക്ക് കുട്ടികളും ഭാര്യയും ഇറങ്ങിയപ്പോ അബൂദഹദാവിനോട് ഭാര്യ ഉമ്മുദ്ദഹദ ചോദിച്ചു, എന്തു പറ്റിപ്പോയി പ്രിയതമ, എന്താ നമ്മൾ പോകുന്നത്? അപ്പൊ പറഞ്ഞു, പെണ്ണേ, ഈ തോട്ടമിപ്പോ നമ്മുടെ തോട്ടമല്ല, ഈ തോട്ടമിപ്പോ നമ്മുടെ തോട്ടമല്ല, ഇത് മറ്റൊരാളുടേതാ. സംഭവം വിശദീകരിച്ചു കൊടുത്തു. സ്വർഗത്തിൽ ഒരു പന കിട്ടാൻ മോഹിച്ചിട്ട് ദുനിയാവിലൊരു പന കച്ചവടം ചെയ്തപ്പോ നമ്മുടെ തോട്ടം മൊത്തമായി ഞാൻ കൊടുത്തു പെണ്ണേ. ഫ്രാമ്പ്യാ ബസാറിൽ തടിച്ചുകൂടിയ നൂറുകണക്കായ ഉമ്മ പെങ്ങന്മാരെ, ഭർത്താവ് മജ്‌ലിസിനൂറ് 10,000 കൊടുത്താൽ വീട്ടിൽ വന്നാ നിങ്ങളുടെ ചോദ്യം എന്തായിരിക്കും? എന്താണ് മൂപ്പര് നിങ്ങൾ ചെയ്തത്? 2,000 ഉറുപ്പിക കൊടുത്താ പോരെ ചോദിക്കോ? ഭർത്താക്കന്മാരെ, നിങ്ങളോടൊരു ചോദ്യം. ഈ സഹോദരിമാർ മൂരിയാട് ഉസ്താദ് വന്നിട്ടൊരു സംഭാവന ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ വിനീതനൊന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വീട്ടിൽ വന്നിട്ട് എന്തോ ടെസ്റ്റ് നീ ചെയ്തത് 10,000 ഉറുപ്പിക ചോദിക്കുക. അബൂദഹദാവിനോട് ഉമ്മുദ്ദഹദ പറയുന്നത്, ഇതെന്തോരു ലാഭകരമായ കച്ചവടമാ, ഇതെന്തോരു ലാഭമുള്ള കച്ചവടമാ. അബൂദഹദായെ, നിങ്ങളെന്തോരു ബുദ്ധിമാനാ, തിരിഞ്ഞുപോലും നോക്കാതെ തങ്ങൾ നട്ടുവനച്ച, തങ്ങൾ സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയ പനത്തോട്ടം, ദുനിയാവിലെ തോട്ടം, ആഖിറത്തിന് വേണ്ടി കച്ചവടം ചെയ്തപ്പോൾ ഒരു വാക്കു പറയാതെ, കുറ്റം പറയാതെ ഭാര്യയും ഭർത്താവും ഇറങ്ങി നടന്നു മദീന ബസാറിലേക്ക്. ഫ്രാമ്പ്യാ ബസാറുകാരെ, എന്ത് ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളെ ജയിപ്പിച്ചത് അത് തന്നെയാണ്. പിൽക്കാല ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തെ വിജയിപ്പിച്ചതും അതുതന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഇതിനിടയിൽ ഞാൻ എന്താ പറയുന്നത്, അവരിപ്പോ എഴുന്നേറ്റ് പോകാതിരിക്കുക. ഞാൻ തമാശയും പാട്ടൊന്നും പാടാതെ അവർ എഴുന്നേറ്റ് പോയിരുന്നല്ലോ. നിങ്ങളുടെ പിരിവ് തുടങ്ങിയവർ എനിക്ക് ഇവര് ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റിംഗ്സിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. മഴ പ്രതീക്ഷിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയൊക്കെ മഴയാണ്, ചാവക്കാടൊക്കെ മഴയാണ്. നമ്മൾ മഴ പെയ്തില്ല, പന്തലിട്ടെങ്കിലും. അപ്പോ അമീമികൾ, നിങ്ങൾ ഉസ്താദിനോട് പറഞ്ഞ് സഹായിക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറയും, സഹായിക്കില്ലേ? ഞാനിപ്പോ ചോദിക്കണ്ടല്ലോ. അല്ലെ, ഒരു 3 ആള് പറഞ്ഞൊരു ബർക്കത്തിന് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. ഈ ചരിത്രങ്ങൾ കേട്ടതല്ലേ. നിങ്ങളുടെ എക്കോണമിയെ കുറിച്ച് എനിക്കൊരു വിവരമില്ല. ഞാൻ ഈ മഹലിൽ ആദ്യമായിട്ട് വരിക. ഇവിടെ മുമ്പിൽ പരിചയമുള്ള ഒരൊറ്റ മുഖേ ഉള്ളൂ, നമ്മുടെ KICRന്റെ തങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൂടെ വന്ന ആളും.
അതുകൊണ്ട് ഹബീബ് 3 ആള് പറയും തൽക്കാലം, അല്ലെങ്കിൽ 3 സഹോദരി 3 ആണും പറഞ്ഞാൽ 3 സഹോദരി പറഞ്ഞാൽ ഇങ്ങോട്ട് കേൾക്കില്ല, 100 കണക്കിന് ആളുകളുണ്ട്. അതിൽ സംഘാടകർ ചെറിയ പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിപ്പോ 3 ആൾ 1 രൂപ പറഞ്ഞാലും കുഴപ്പമില്ല, 3 ആൾ ഓരോ ഉറുപ്പ്യ പറഞ്ഞാലും ഒരടുത്ത ഒരാളോട് ഞാൻ ചോദിക്കില്ല. അതിന്റെ ഇപ്പുറത്ത് 2 0 3 0 ഇട്ടാലും കുഴപ്പമില്ല, 4 0 ഇടണ്ട, അല്ല 5 0 ഇടണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5000 രൂപ അല്ലേ? എത്ര? അല്ല ആളത് കാണട്ടെ. ഖുലു തക്ബീർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 500 രൂപ അദ്ദേഹം. മുഅ്മിനീങ്ങളെ നമുക്ക് ഒരു ചെറിയ സലാത്തിൽ ഇതോരക്കാം. മക്കത്തോദിച്ച നീലാവേ മദീനത്താണവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അമ്പിളി തിങ്കൾ നീലാവോ അമ്പരത്തിനാകെ ഒളിവോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാരിജാതത്തിന്റെ പൂവേ പതിരാവിന്റെ നീലാവേ സല്ലല്ലാഹു. അല്ലാഹുവേ, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയ ദുആക്കുത്തരങ്ങൾ ഒരാളെങ്കിലും സദസ്സിലുണ്ടാവുമല്ലോ. മജ്ലിസുൻ നൂറിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ അദ്ദേഹത്തിന് കബൂൽ ചെയ്യണം റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് കൊടുക്കണം റബ്ബേ. സന്തോഷകരമായ ഒരു അനുഭവം ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യണം റബ്ബേ. മുഅ്മിനീങ്ങളെ ഒരു 10000 രൂപ തരാൻ പറ്റിയ ഒരാൾ ഈ സദസ്സിലുണ്ട്, എനിക്കറിയില്ല. 10000 രൂപ എത്ര? 1000. ഖുലു തക്ബീർ. മാഷാ അല്ലാഹ്. എന്താ ആ സഹോദരന്റെ പേരെന്താ? ആദ്യം പറഞ്ഞാളുടെ 500 പറഞ്ഞാളുടെ പേരെന്താ? ഹംസേ. ഹംസേ മുഹാജിറന്റെ വക്കു കേട്ട് മുഞ്ചി 3 സിംഹര മുന്നിലെ ബൈദത്തും പിൻ ഹംസത്തും വ ഖൈദറ. ഈ സഹോദരന്റെ പേരെന്താ? അല്ല പാട്ടൊന്നും പാടില്ല, പേടിക്കണ്ട. എന്താ പേര് പറഞ്ഞത്? ഹസനോ? ഒന്ന് ഉറക്കെ പറയാ. എന്റെ ഈ മാണിക്കല്ലുകളായ പേരക്കിടാണ് ഹസനും ഹുസൈനും നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ രാജകുമാരന്മാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ 3 സലാത്തിൽ കേട്ടോ. അബ്ദുല്ലാ തന്റെ കാനിയേ ആമിന ബിപേറ്റാമോനെ സല്ലല്ലാഹു. ഇനി ഒരു 5000 റുപ്യ തരാൻ പറ്റിയ ആള് അവിടെ ഒരു 500ഉം ഒരു 10000 5000 തന്നാൽ മതി. ഇവിടെ പറഞ്ഞ അതേപോലെ ഇവിടെ 1 റുപ്യാണെങ്കിൽ അതന്നെ ഞാൻ അവിടെ പറയാം. അല്ലാഹുവേ ആ സഹോദരനെ കബൂൽ ചെയ്യുന്ന റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദു ബികുല്ലി മക്കാൻ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ബദരീങ്ങളുടെ സഹായം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റബ്ബേ. സന്തോഷകരമായ ഒരു അനുഭവം അനുഭവിക്കാൻ പടച്ചവനെ ഞങ്ങൾക്കൊക്കെ അറിയാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു 5000 റുപ്യ തരാൻ പറ്റിയ ആളുണ്ട്. 5000. ഖുലു തക്ബീർ. പേരെന്താ? ഹസൈനാരോ? ഹസൈനാർ. മാഷാ അല്ലാഹ്, നേരത്തെ പറഞ്ഞു തന്നെ. അല്ലാഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജന്നത്തുൽ ബഖീഅയിൽ പോയി കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഖീയിൽ കയറിയാൽ വലതുഭാഗത്ത് ഫാത്തിമ സഹ്റ ബത്തൂലിന്റെ ചാരെ ഹസൻ എന്ന പൊന്നോമന കിടന്നുറങ്ങുന്നുണ്ട്. പാരിജാതത്തിന്റെ പൂവേ പാതിരാവിന്റെ നിലാവേ സല്ലല്ലാഹു. അവിടെ പോയിണ്ടോ? ആരിൽ പോയിണ്ടോ? അല്ലാഹുവേ സഹോദരനെ കബൂൽ ചെയ്യണേ തമ്പുരാനെ.
അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മദ്കൂറു ബികുല്ലി ലിസാൻ, അത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ ഒരു സന്തോഷകരമായ അനുഭവം നൽകണേ റബ്ബേ. അതെനിക്കും അറിയാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ പറഞ്ഞ ഞങ്ങളെയൊക്കെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അവിടുത്തെ ഒരു 3 ആള് പറഞ്ഞാൽ ഞാൻ ഒറ്റ മിനിറ്റ് അതിന് വേണ്ടി ചെലവഴിക്കണില്ല. ഇപ്പൊ ഈ 2 മണിക്കൂറിനുള്ളിൽ 1 മിനിറ്റ് പോലും ഞാൻ തമാശ പറഞ്ഞ് കളഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഒരു 10 ഒരു 5 ഒരു 500 പറഞ്ഞത് പോയിട്ടില്ലല്ലേ? നിങ്ങൾക്ക് പൈസ അധികമായി തോന്നുന്നു. അവർക്ക് സ്വനവേടകം ചെറുതായതുകൊണ്ട് ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം അല്ല ഇവിടുന്ന് തന്നെ പറയിപ്പിക്കേണ്ടിയിരുന്നത്. ഓക്കെ പിന്നെ ഉസ്താവ് എന്ന് പറഞ്ഞത് എനിക്ക് സമയം വെറുതെ പോകണം. ടൈം ആൻഡ് ടൈഡ് വൺസ് ലോസ്റ്റ് cannot be regained. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ഇമാം ഷാഫിഈ അങ്ങനെ തന്നെ പറഞ്ഞു, വമല്ലം യഅരിഫു النقص من اوقاته كل اوقاته النقص. നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെക്കുറിച്ച് അറിയാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. മാഷാ അല്ലാഹ്. എത്ര രൂപ ഹബീബിങ്ങളെ? നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇപ്പോൾ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അരത്തൊടി റഫീഖ് എന്ന് പറയുന്ന സഹോദരൻ 10,000 രൂപ, എടത്തൊടി ബാപ്പുട്ടി എന്ന് പറയുന്ന സഹോദരൻ 10,000 രൂപ വാഗ്ദാനം ചെയ്തു. നമ്മൾ 3 പറയാൻ പറഞ്ഞിട്ടുള്ളൂ, അദ്ദേഹം പറഞ്ഞതാണ്. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. നമ്മുടെ ജിഫിരി തങ്ങളത് ലൈവായി വിടുക കാരണം കൊണ്ടാണ്. അവരൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ അപകടങ്ങളും അള്ളാഹു ആക്കുമാറാകട്ടെ.